ലൈവ് 6 ആരംഭിക്കുന്നു. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. നീറ്റ് പരീക്ഷ കുറ്റമറ്റതാക്കാൻ സ്വീകരിച്ച നടപടികൾ അറിയിക്കണമെന്ന് കേന്ദ്ര സർക്കാരിനോട് സുപ്രീം കോടതി. ചോർച്ച ഉണ്ടായിട്ടില്ലെന്ന് ഉറപ്പാക്കാനുള്ള സംവിധാനം ശക്തമാക്കണമെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്ക് നിർദ്ദേശം. പരീക്ഷാ രീതിയിൽ ആവശ്യമായ സാങ്കേതിക മാറ്റങ്ങൾ കൊണ്ടുവരണമെന്നും കോടതി. ഫ്രീഡം ക്വിസിലെ സവർക്കർ ചോദ്യവിവാദത്തിൽ അധ്യാപകൻ ഗുരുപ്രസാദിന്റെ സസ്പെൻഷന് സ്റ്റേ. 1 മാസത്തേക്ക് സസ്പെൻഷൻ തടഞ്ഞു. അച്ചടക്ക നടപടി തുടരാമെന്നും കോടതി. കരുവാറ്റയിലെ വയോധികന്റെ കൊലപാതകത്തിൽ നിർണായക വിവരങ്ങൾ പുറത്ത്. 13-കാരിയായ പെൺകുട്ടിക്ക് ശിവൻകുട്ടിയോട് ഉണ്ടായിരുന്നത് കടുത്ത വൈരാഗ്യം. ശിവൻകുട്ടിയെ കൊല്ലുമെന്ന് മുൻപും പറഞ്ഞതായി മൊഴി. പെൺകുട്ടിയും ശിവൻകുട്ടിയുമായി വഴക്ക് പതിവ്. കൊല്ലപ്പെട്ടയാളിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായെന്ന മൊഴിയും പരിശോധിക്കുന്നു. എക്സൈസ് സംഘത്തെ കണ്ട് കായലിൽ ചാടിയ യുവാവ് മരിച്ചത് തിരുവനന്തപുരം വെട്ടൂർ സ്വദേശി ഷഹാൻ. ലഹരി ഉപയോഗം അധ്യാപകരെ അറിയിച്ചുവെന്നാരോപിച്ച് വിദ്യാർത്ഥിക്ക് ക്രൂരമർദ്ദനം. തൊടുപുഴയിൽ കുട്ടിയുടെ ജനനേന്ദ്രിയം ഇടിച്ചു തകർത്തു. അമ്പലപ്പുഴയിൽ 1.5 വയസ്സുകാരൻ ട്രെയിൻ തട്ടി മരിച്ച സംഭവത്തിൽ ദുരൂഹതയില്ലെന്ന് സൂചന. സ്വതന്ത്രയെ പിന്തുണച്ച് പാലാ നഗരസഭാ ഭരണം ഇടതുമുന്നണി പിടിച്ചു. മായ രാഹുൽ പുതിയ അധ്യക്ഷ. കോൺഗ്രസ് വിമതരും മായയ്ക്ക് വോട്ട് ചെയ്തു. ലഭിച്ചത് 16 വോട്ട്. UDF സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത് 10 വോട്ടുകൾ. മാസപ്പടി കേസിൽ വീണ ടിക്കൊപ്പം റിയാസിനും കുരുക്കുമുറുക്കി ഇഡി. റിയാസിന്റെ സുഹൃത്തുക്കൾ ഇഡി റഡാറിൽ. തന്നെ വേട്ടയാടുന്നുവെന്ന് റിയാസ്. ലേക്കർ ഇന്ത്യയെക്കുറിച്ച് തന്റെ നാമനിർദ്ദേശ പത്രികയിൽ ഉണ്ട് എന്നും വിശദീകരണം. രാഷ്ട്രീയ പകപോക്കലിന് ശ്രമിക്കുന്നുവെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി. പ്രതിഷേധങ്ങൾക്ക് വഴങ്ങി തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ്. CJP മോഡൽ സമരത്തിന് കോളേജുകളിൽ ഏർപ്പെടുത്തിയ വിലക്ക് പിൻവലിച്ചു. തമിഴ്നാട്ടിൽ വീണ്ടും ജനപ്രിയ പ്രഖ്യാപനവുമായി സർക്കാർ. വനിതാ ജീവനക്കാർക്ക് 3ാമത്തെ പ്രസവത്തിന് 1 വർഷം മുഴുവൻ ശമ്പളത്തോടെ അവധി. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയെ സ്ഥാപനവൽക്കരിക്കണമെന്നും ചോദ്യപേപ്പർ ചോർച്ചയില്ല എന്നുറപ്പാക്കാൻ സംവിധാനങ്ങൾ ശക്തമാക്കണമെന്നും സുപ്രീം കോടതി. വിവിധ സാങ്കേതിക മാറ്റങ്ങൾ കൊണ്ടുവരണമെന്നും സുപ്രീം കോടതി ആവശ്യപ്പെട്ടു. നീറ്റ് പരീക്ഷ കുറ്റമറ്റതാക്കാൻ സ്വീകരിച്ച നടപടികൾ അറിയിക്കാൻ കേന്ദ്ര സർക്കാരിനോട് സുപ്രീം കോടതി നിർദ്ദേശിച്ചു. ഫ്രീഡം ക്വിസിലെ സവർക്കർ ചോദ്യവിവാദത്തിൽ അധ്യാപകൻ ഗുരുപ്രസാദിന്റെ സസ്പെൻഷന് സ്റ്റേ. 1 മാസത്തേക്കാണ് സസ്പെൻഷൻ തടഞ്ഞത്. ഹൈക്കോടതിയുടേതാണ് ഇടക്കാല ഉത്തരവ്. തിരുവനന്തപുരം CET എഞ്ചിനീയറിംഗ് കോളേജിൽ സാങ്കേതിക സർവകലാശാലയുടെ നേതൃത്വത്തിൽ നടന്ന NSS പരിപാടിക്കിടെ വന്ദേമാതരം പൂർണ്ണമായി ആലപിക്കുകയും ഭാരതാംബയുടെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തുകയും ചെയ്തു. പരിപാടിയുടെ റിവ്യൂ ചർച്ചയിൽ പങ്കെടുക്കാൻ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട 5 പെൺകുട്ടികൾ തന്നെ വേണം എന്നാണ് KTU അധികൃതരുടെ നിർദ്ദേശം. സംഭവത്തിൽ SFI ക്യാമ്പസിൽ ശക്തമായ പ്രതിഷേധം ഉയർത്തി. കരുവാറ്റയിലെ വയോധികന്റെ കൊലപാതകത്തെ നിർണായക വിവരങ്ങൾ പുറത്ത്. 13-കാരിയായ പെൺകുട്ടിക്ക് ശിവൻകുട്ടിയോട് കടുത്ത വൈരാഗ്യമുണ്ടായിരുന്നു. ശിവൻകുട്ടിയെ കൊല്ലുമെന്ന് നേരത്തെയും പറഞ്ഞതായാണ് മൊഴി. ആൺ സുഹൃത്തിനോട് കൊന്നില്ല എങ്കിൽ താൻ കൊലപ്പെടുത്തുമെന്നും പറഞ്ഞു. കൊലപാതകത്തിന് ദിവസങ്ങൾക്ക് മുമ്പ് പെൺകുട്ടിയും ശിവൻകുട്ടിയുമായി വഴക്കുണ്ടായി. കൊല്ലപ്പെട്ടയാളിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായി എന്ന മൊഴിയും പോലീസ് പരിശോധിക്കുന്നുണ്ട്. കരുവാറ്റയിൽ 13-കാരിയായ വിദ്യാർത്ഥിയുടെ നേതൃത്വത്തിൽ നടന്ന ക്രൂര കൊലപാതകത്തിന്റെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഈ കൊലപാതകത്തിന് പൂർണ്ണമായ ആസൂത്രണം ചെയ്തത് 13-കാരിയാണ്. അതായത് മുത്തശ്ശനെ കൊലപ്പെടുത്താനായി കൊലപാതകത്തിന് പൂർണ്ണമായ ആസൂത്രണം നടത്തിയത് 13-കാരിയാണ് എന്നുള്ള വിവരങ്ങൾ, അത് കൂടുതൽ ഉറപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് കുട്ടിക്ക് മുത്തശ്ശനോട് മുൻവൈരാഗ്യം ഉണ്ടായിരുന്നു എന്നുള്ള വിവരങ്ങൾ കൂടി ഉണ്ട്. അതായത് നേരത്തെ സുഹൃത്തുക്കളോട് മുത്തശ്ശനെ താൻ കൊലപ്പെടുത്തുമെന്നുള്ള വിവരം
വിവരം ഈ കുട്ടി അറിയിച്ചിരുന്നു. കൊന്നില്ലെങ്കിൽ ഈ ആൺ സുഹൃത്തുക്കളോട് പറഞ്ഞത് കൊന്നില്ലെങ്കിൽ താൻ ഇത് നടത്തും, കൊലപാതകം നടത്തും എന്നുള്ള വിവരമാണ് പറഞ്ഞിരുന്നത് എന്നുള്ളതാണ്. അതിൻ്റെ ഒരു പശ്ചാത്തലം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അന്വേഷണ സംഘം ഉൾപ്പെടെ വ്യക്തമാക്കുന്നത്, അതായത് കുട്ടി 6 മാസമേ ആയുള്ളൂ ഈ കൊല്ലപ്പെട്ട ശിവൻകുട്ടി ഇവരുടെ വീട്ടിലേക്ക് എത്തിയിട്ട്. അത്തരത്തിൽ ഈ വീട്ടിലേക്ക് എത്തിയതിനു ശേഷം, അതായത് ഈ കുട്ടിയുടെ പലതരത്തിലുള്ള സൗഹൃദങ്ങളും ഉൾപ്പെടെയുള്ള വിഷയങ്ങളെ സംബന്ധിച്ചുള്ള തർക്കങ്ങൾ ഈ വീട്ടിൽ നടക്കാറുണ്ടായിരുന്നു. ഈ കൊലപാതകത്തിന് മുമ്പും, അതായത് കൊലപാതകത്തിന് ആഴ്ചകൾ മുമ്പും ഇവർ തമ്മിൽ വഴക്ക് ഉണ്ടായിട്ടുണ്ട്, ശക്തമായ തർക്കവും വഴക്കും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും പോലീസ് സ്ഥിരീകരിക്കുന്നു. അങ്ങനെ ഒരു മുൻവൈരാഗ്യ പശ്ചാത്തലം ഈ കുട്ടിക്ക്, ഈ ശിവൻകുട്ടിയോട് ഉണ്ടായിരുന്നു. അതിനോടൊപ്പം തന്നെ കൃത്യമായൊരു പ്ലാനിങ് ഈ എക്സിക്യൂഷൻ ചെയ്യുന്നതിന്, അതായത് നടപ്പിലാക്കുന്നതിന് വേണ്ടി ഉണ്ടായിരുന്നു. അത് കൃത്യമായ പദ്ധതി മുഴുവൻ തയ്യാറാക്കിയത് ഈ 13 വയസ്സുള്ള കുട്ടിയാണ് എന്നുള്ളതാണ്. വീടിന്റെ ലോക്കറുകൾ തുറന്നു വെച്ചു. വീട്ടിൽ നിന്ന് താൻ സുഹൃത്തിന്റെ വീട്ടിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞ് കൊലപാതക സമയത്ത് താൻ അവിടെ ഇല്ലായിരുന്നു എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടി അവിടെ നിന്ന് മാറി നിന്നു. അതോടൊപ്പം തന്നെ വീടിന്റെ അലമാരയുടെ, പണമിരിക്കുന്ന സ്വർണ്ണമിരിക്കുന്ന അലമാരയുടെ ലോക്കറുകൾ തുറന്നു വെച്ചു. ഒപ്പം മോഷണ ശ്രമമാണെന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടി മുളകുപൊടി ഈ കൗമാരക്കാരായ ആൺസുഹൃത്ത് ഉൾപ്പെടെയുള്ളവർക്ക് കാണുന്ന പാകത്തിന് ഒരുക്കി വെച്ചു. ആ രീതിയിലുള്ള സംവിധാനങ്ങളെല്ലാം ഒരുക്കിയതിന് ശേഷമാണ് ആ വീട്ടിൽ നിന്ന് പോയത് എന്നുള്ളതാണ്. അതുമാത്രമല്ല, പിറ്റേ ദിവസം, അതായത് ഞായറാഴ്ച മറ്റ് 2 സുഹൃത്തുക്കളെ കൂട്ടി വീട്ടിലേക്ക് വരുന്നു. വിളിച്ചു നോക്കി അതിനുശേഷം ശിവൻകുട്ടിയുടെ മൊബൈലിലേക്ക് ഈ കുട്ടി വിളിക്കുന്നു. ഫോൺ എടുക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുന്നു. അതോടൊപ്പം തന്നെ മരണപ്പെട്ടു എന്ന് കൂടി ഉറപ്പുവരുത്താനാണ് കുട്ടി അവിടേക്ക് എത്തിയത് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. അതിനുശേഷം തിരിച്ച് പോകുന്നു. വീട്ടിലെ ആശുപത്രിയിലുള്ള ആളുകളെ വിളിച്ച് അറിയിക്കുന്നു. അതായത് ശിവൻകുട്ടി ഫോൺ എടുക്കുന്നില്ല എന്നുള്ള വിവരം അറിയിക്കുന്നുണ്ട്. മദ്യപിച്ച് കിടക്കുകയായിരിക്കും എന്നുള്ള രീതിയിൽ പറയുകയും ചെയ്തു. പിറ്റേ ദിവസം ഒരു ആൺ സുഹൃത്തുമായി എത്തിയാണ് അവിടെ ഈ ഒരു കൊലപാതക, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഈ വീട് മുത്തശ്ശൻ വിളിച്ചിട്ട് തുറക്കുന്നില്ല എന്നുള്ള രീതിയിൽ അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. അപ്പോൾ കൃത്യമായൊരു പ്ലാനിങ് ഈ കുട്ടിക്ക് ഉണ്ടായിരുന്നു. ചോദ്യം ചെയ്യലിൻ്റെ ഒരു ഘട്ടത്തിലും കുറ്റബോധം ഉണ്ടായിരുന്നില്ല. മാത്രമല്ല, ഈ ഇൻസ്റ്റഗ്രാം മുഖേനയാണ് ഇവരുടെ കോളുകളും ചാറ്റുകളും എല്ലാം ഈ പ്രതികളെല്ലാവരും തമ്മിൽ ഉണ്ടായിട്ടുള്ളത്. ഈ കുട്ടിയുടെ പശ്ചാത്തലം നോക്കുകയാണെങ്കിൽ തന്നെ ഒരു ബ്രോക്കൺ ഫാമിലിയുടെ പ്രശ്നങ്ങൾ അതിനകത്ത് നിലനിൽക്കുന്നുണ്ട്. അമ്മയോട് സ്നേഹമില്ലാത്ത രീതിയിലാണ് ചോദ്യം ചെയ്യലിന്റെ ഘട്ടത്തിലൊക്കെ തന്നെ കുട്ടി സംസാരിച്ചിരുന്നത്. സ്കൂൾ അധികൃതരോട് സംസാരിക്കുമ്പോഴും അവർ പറയുന്നത് മറ്റു കുട്ടികളെ പോലെ അല്ല, ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു എന്നുള്ളതാണ് അവരും വ്യക്തമാക്കുന്നത്. ഓൺലൈൻ TC മുഖാന്തരമാണ് കൊല്ലത്ത് നിന്ന് ഹരിപ്പാട് സ്കൂളിലേക്ക് എത്തിയത് എന്നുള്ള കാര്യങ്ങളൊക്കെ സ്ഥിരീകരിക്കപ്പെടുന്നുണ്ട്. എന്തായാലും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത്, ചോദ്യം ചെയ്യലിലെ ഒരു ഘട്ടത്തിലും ഈ യാതൊരുവിധ കുറ്റബോധമോ മറ്റു കാര്യങ്ങളോ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യത്തിൽ ഏർപ്പെട്ടു എന്നുള്ള രീതിയിലുള്ള യാതൊരുവിധ മുഖഭാവമോ ഈ കുട്ടിക്ക് ഇല്ല. അതിനോടൊപ്പം തന്നെ തെളിവുകൾ നിരത്തി ചോദിക്കുമ്പോൾ പോലും തനിക്കറിയില്ല എന്നുള്ള ഒറ്റ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. അതായത് ഈ ബാക്കിയുള്ള ആളുകളെ ഒക്കെ ചോദ്യം ചെയ്തതിൽ നിന്ന് വ്യത്യസ്തമായി വളരെ ബോൾഡായി താൻ ചെയ്ത ക്രിമിനൽ കുറ്റത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടിയുള്ള ഒരു ഇടപെടൽ കുട്ടിയുടെ ഭാഗത്തുനിന്ന് ചോദ്യം ചെയ്യലിന്റെ ഓരോ ഘട്ടത്തിലും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഈ മുത്തച്ഛന്റെ ഭാഗത്തു നിന്ന് ബാഡ് ടച്ച്, അതാണ് കുട്ടി ഉപയോഗിച്ച വേർഡ്, അത്തരത്തിലൊരു ഇടപെടൽ ഉണ്ടായി എന്ന് പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. പക്ഷേ അത് മറ്റ് പ്രതികളുമായി ചേർന്ന് അത് ആ കാര്യത്തെ, അത് ആൺസുഹൃത്ത് ഉൾപ്പെടെയുള്ള ആളുകളുമായി ആ കാര്യത്തെ സംബന്ധിച്ച് ചോദിക്കുമ്പോൾ ആ മൊഴികൾ വൈരുദ്ധ്യമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ കാര്യങ്ങളെ, അതായത് ഇവരുടെ സ്വാതന്ത്ര്യത്തെ, മറ്റ് ലഹരി അടക്കമുള്ള ഉപയോഗത്തെ, ഇത്തരം കാര്യങ്ങളെ ചോദ്യം ചെയ്തത് ഈ 6 മാസത്തിന് ശേഷം ഈ ശിവൻകുട്ടി വീട്ടിലേക്ക് വന്നതിന് ശേഷമാണ്. അതിന് അല്ലെങ്കിൽ സ്വതന്ത്രമായ ഒരു ഇടപെടലിനെ, പോക്കിനെ ഒക്കെ ഇയാൾ തടസ്സമായിരുന്നു എന്നുള്ളതാണോ കുട്ടിയിലേക്ക് വൈരാഗ്യത്തിലേക്ക് നയിച്ചത് എന്നുള്ള രീതിയിലുള്ള ഉറച്ച വിശ്വാസത്തിലാണ് പോലീസ് മുന്നോട്ട് പോകുന്നത്. മറ്റു കാര്യങ്ങളൊക്കെ പരിശോധിക്കേണ്ടതുണ്ട്. ഒരുപക്ഷെ തങ്ങളുടെ കുറ്റകൃത്യങ്ങൾ മറച്ചു വയ്ക്കാനാണോ ഇത്തരത്തിൽ മോശമായി ഒരു പെരുമാറ്റം ഉണ്ടായതെന്ന് പറഞ്ഞത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് സംശയിക്കുന്നു. നിലവിലത്തെ ഒരു സാഹചര്യത്തിൽ ഈ അതായത് കൊല്ലത്ത് നിന്നെത്തിയ ആൺസുഹൃത്തും ബാക്കിയുള്ള 2 പേരും അവരെ 15, 16, 17 വയസ്സുള്ളവരാണ്. നമുക്കറിയാം, ഡൽഹി കുറ്റകൃത്യത്തിൽ അടക്കം ഏറ്റവും ക്രൂരത ചെയ്തത് 17കാരനായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു റേഞ്ചിലുള്ള കുട്ടികൾ അവരുടെ കുറ്റകൃത്യത്തിന്റെ ആഴം കണക്കിലെടുത്തുകൊണ്ട് ഇവരെ അഡൾട്ടായി പരിഗണിച്ചിട്ടുള്ള നിയമ നടപടികളിലേക്ക് പോകണമെന്നുള്ള ആവശ്യം, അത്തരത്തിലുള്ള നിയമപരമായ സാധ്യതയെ കൂടി ഉപയോഗിക്കാനാണ് പോലീസിന്റെ നീക്കം. ആ രീതിയിലുള്ള റിപ്പോർട്ടിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ കൂടി പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു. സിനിമയുമായി ബന്ധപ്പെട്ട് കണ്ട
കാര്യങ്ങളൊക്കെയാണ് ജീവിതത്തിൽ ഉപയോഗിച്ചത് എന്നുള്ളതാണ് കുട്ടികൾ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഈ 4 സംഘത്തിനും, അത് 4 പേർ അടങ്ങുന്ന സംഘത്തിനും ഒരു ഘട്ടത്തിൽ പോലും ചോദ്യം ചെയ്യലിന്റെ ഒരു ഘട്ടത്തിൽ പോലും കുറ്റബോധമോ ചെയ്ത വിഷയത്തെക്കുറിച്ചുള്ള ഒരു ചിന്തയോ ഇല്ലായിരുന്നു എന്നുള്ളതാണ്. കൊലപാതകം നടത്തിയ ശേഷം ആഘോഷപൂർവ്വം പോയി ബസ് സ്റ്റാൻഡിൽ നിന്ന് ഭക്ഷണം ഉൾപ്പെടെ കഴിച്ചാണ് ഈ മൂവർ സംഘം തിരികെ മടങ്ങി എന്ന് പറയുമ്പോഴാണ് എത്രമാത്രം വിചിത്രമായ മാനസികാവസ്ഥയിൽ അല്ലെങ്കിൽ ഗൗരവകരമായ മാനസികാവസ്ഥയിലൂടെയാണ് ഈ കുട്ടികൾ കടന്നു പോകുന്നതെന്ന് ആഴത്തിൽ ചിന്തിക്കേണ്ടത്. ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. ടിനി ടോമിനെതിരായ കേസിൽ നടി അൻസിബ ഹസൻ രഹസ്യമൊഴി നൽകി. എറണാകുളം 1ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലാണ് രഹസ്യമൊഴി നൽകിയത്. ടിനി വർഗീയ അധിക്ഷേപം നടത്തിയെന്നാണ് പരാതി. കടവന്ത്ര പോലീസ് എടുത്ത കേസിൽ ടിനിക്ക് മുൻകൂർ ജാമ്യം ലഭിച്ചിരുന്നു. ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട്. ഡാനി, ഈ പരാമർശങ്ങളിൽ ആണ്, അതായത് നേരത്തെ പരാതി നൽകിയെങ്കിലും മുൻകൂർ ജാമ്യം ലഭിച്ച സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ രഹസ്യമൊഴി നൽകിയിരിക്കുകയാണ് അൻസിബ. എന്താണ് വിവരങ്ങൾ? അഭിലാഷ്, എറണാകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് അൻസിബ ഇപ്പോൾ രഹസ്യമൊഴി നൽകിയത്. അൻസിബ 4 മണിയോടുകൂടി കോടതിയിൽ എത്തുകയും ഏതാണ്ട് 1 മണിക്കൂറോളം മൊഴി എടുക്കൽ നീണ്ടു നിൽക്കുകയും ചെയ്തു. മജിസ്ട്രേറ്റിന് മുൻപാകെയാണ് രഹസ്യമൊഴി നൽകിയിരിക്കുന്നത്. ഈ കേസിൽ നേരത്തെ പോലീസ് സ്റ്റേഷനിലടക്കം പരാതിയുമായി ചെന്നുവെങ്കിലും പോലീസ് ഇതിൽ കേസെടുത്ത് മുന്നോട്ട് പോകാൻ സാധിച്ചിരുന്നില്ല. അതിന്റെ കാര്യങ്ങൾ പോലീസിന്റെ പ്രാഥമികമായ അന്വേഷണങ്ങൾ നടത്തുകയും അതിന്റെ വിശദാംശങ്ങൾ സമർപ്പിക്കുകയും ചെയ്തിരുന്നു. അതിന് പ്രകാരമാണ് പിന്നീട് അൻസിബയ്ക്ക് വേണമെങ്കിൽ കോടതിയെ സമീപിക്കാമെന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസിൽ നിന്ന് തന്നെ ഉണ്ടായിരുന്നത്. നേരത്തെ നൽകിയ കേസിലും പിന്നീട് കോടതിയിലൂടെ തന്നെയാണ് അൻസിബയുടെ പരാതിയിൽ കേസെടുക്കുകയും എല്ലാം തന്നെ ചെയ്തത്. പക്ഷേ അതിൽ കൂടുതൽ തെളിവുകൾ കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യം അടക്കം നിലനിൽക്കുകയും എല്ലാം തന്നെ ചെയ്തിരുന്നു. ഇപ്പോഴാണ് പുതിയ പരാതിയുമായിട്ട് അൻസിബ വരികയും ടിനി ടോം വർഗീയ പരാമർശം നടത്തി എന്ന നിലപാടിൽ തന്നെയാണ് അൻസിബ ഉറച്ചു നിൽക്കുന്നത്. നേരത്തെയും അവർ അത് ആവർത്തിക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് കോടതിയിൽ രഹസ്യമൊഴി അടക്കം രേഖപ്പെടുത്താനായിട്ടുള്ള അപേക്ഷ അടക്കം നൽകുകയും ചെയ്തത്. ഇപ്പോൾ രഹസ്യമൊഴി ഇന്ന് രേഖപ്പെടുത്തിയിരുന്നു. 1 മണിക്കൂറോളം കോടതിയിൽ അവർ ഈ നടപടിയുമായി ബന്ധപ്പെട്ട കോടതിയിൽ ഉണ്ടായിരുന്നു. 5 മണിയോടുകൂടിയാണ് അവർ കോടതിയിൽ നിന്ന് ഇറങ്ങുന്നത്. അഭിലാഷ്, വാർത്തയുടെ വിശദാംശങ്ങൾ ആണ് ഡാനിപ്പോൾ നൽകിയത്. ഇടവേള. ഒരു കിളി പാടി ചിങ്ങത്തൊടി മേലെ ആവണിയായി പൊന്മലയാളത്തിൻ തിരുനാടാ കതിർച്ചൂടി വയലാകെ പൂമൂടിച്ചെരിവാകെ തിരകളിലാർപ്പായി മേളം തിത്തൈ തിമിതത്തൈ കഥ പറയും വഴികളിലൂടെ ഊഞ്ഞാൽ പാട്ടീണം മൂളി കസവിൻ പൊന്നാടകൾ ചുറ്റി ഓണമിങ്ങെത്തി കസവിൻ പൊന്നാടകൾ ചുറ്റി ഓണമിങ്ങെത്തി. അങ്ങനെ ഓണത്തിന് നമുക്ക് പാടാൻ ന്യൂസ് 18ന്റെ ഓണപ്പാട്ടും റെഡിയായി. ന്യൂസ് 18 കൺസൾട്ടിംഗ് എഡിറ്റർ ലീൻ ബി ജസ്മസ് വരികൾ എഴുതി ശ്രീനീഷ് എൽ പ്രഭു ഈണമിട്ടതാണ് ഈ മനോഹരമായ ഗാനം. വിനീത് എസ്തപ്പാനാണ് ആലപിച്ചിരിക്കുന്നത്. ഇതിനൊരു പ്രത്യേകതയുണ്ട്. ഇത്രയും നേരം അത് സസ്പെൻസ് ആക്കി വെച്ചതാണ്. ഞങ്ങളുടെ ഡെപ്യൂട്ടി ക്രിയേറ്റീവ് ഡയറക്ടർ SA അഭിലാഷ് കുമാർ കാട്ടാക്കട പൂർണ്ണമായി AI ഉപയോഗിച്ചാണ് ഈ ഗാനത്തിന്റെ ദൃശ്യാവിഷ്കാരം നടത്തിയത് എന്നതാണ് ആ പ്രത്യേകത. ഒരു കിളി പാടി ചിങ്ങത്തൊടി മേലെ ആവണിയായി പൊന്മലയാളത്തിൻ തിരുനാടാ കതിർച്ചൂടി വയലാകെ പൂമൂടിച്ചെരിവാകെ തിരകളിലാർപ്പായി മേളം തിത്ത
പൊന്നാടകൾ ചുറ്റി ഓണമിങ്ങെത്തി. അങ്ങനെ ഓണത്തിന് നമുക്ക് പാടാൻ ന്യൂസ് 18ന്റെ ഓണപ്പാട്ടും റെഡിയായി. ന്യൂസ് 18 കൺസൾട്ടിംഗ് എഡിറ്റർ ലീൻ ബി ജസ്മസ് വരികൾ എഴുതി ശ്രീനേഷ് എൽ പ്രഭു ഈണമിട്ടതാണ് ഈ മനോഹരമായ ഗാനം. വിനീത് എസ്തപ്പാനാണ് ആലപിച്ചിരിക്കുന്നത്. ഇതിനൊരു പ്രത്യേകതയുണ്ട്. ഇത്രയും നേരം അത് സസ്പെൻസ് ആക്കി വെച്ചതാണ്. ഞങ്ങളുടെ ഡെപ്യൂട്ടി ക്രിയേറ്റീവ് ഡയറക്ടർ SA അഭിലാഷ് കുമാർ കാട്ടാക്കട പൂർണ്ണമായി AI ഉപയോഗിച്ചാണ് ഈ ഗാനത്തിന്റെ ദൃശ്യാവിഷ്കാരം നടത്തിയത് എന്നതാണ് ആ പ്രത്യേകത. ഒരു കിളി പാടി ചിങ്ങത്തൊടി മേലെ ആവണിയായി പൊന്മലയാളത്തിൻ തിരുനാടാ. കതിർച്ചൂടി വയലാകെ പൂമൂടിച്ചെരിവാകെ തിരകളിലാർപ്പായി മേളം തിത്തൈ തിമിതത്തൈ കഥ പറയും വഴികളിലൂടെ ഊഞ്ഞാൽ പാട്ടീണം. ഹോസ്റ്റലിലെ ലഹരി ഉപയോഗം അധ്യാപകരെ അറിയിച്ചുവെന്ന് ആരോപിച്ച് വിദ്യാർത്ഥിക്ക് ക്രൂരമർദ്ദനം. ജനനേന്ദ്രിയം ഇടിച്ചു തകർത്തു. തൊടുപുഴയിലെ ഗ്രാൻഡിസ് എന്ന സ്ഥാപനത്തിൽ പഠിക്കുന്ന അണക്കര സ്വദേശിക്കാണ് ഗുരുതരമായി പരിക്കേറ്റത്. കുട്ടിയെ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കി. ഇലന്തൂർ ഇരട്ട നരബലി കേസിലെ മുഖ്യപ്രതി മുഹമ്മദ് ഷാഫിയിൽ നിന്നും ഹാഷിഷ് ഓയിൽ പിടികൂടി. വിചാരണ കോടതിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഷാഫി മുണ്ടിന്റെ മടിക്കുത്ത് മടക്കി പിടിച്ചിരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട പോലീസ് സംശയം തോന്നി പരിശോധിച്ചപ്പോഴാണ് 2 ചെറിയ പ്ലാസ്റ്റിക് ബോട്ടുകളിലായി 6 ഗ്രാം ഹാഷിഷ് ഓയിൽ കണ്ടെത്തിയത്. പനമ്പള്ളി നഗറിലെ കേരള ഹൗസിംഗ് ബോർഡ് കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന അഡീഷണൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് കോടതിയിലാണ് നരബലി കേസിന്റെ വിചാരണ നടക്കുന്നത്. സംഭവം ഉടനടി വിചാരണ കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ജഡ്ജിയുടെ നിർദ്ദേശപ്രകാരം എറണാകുളം ടൗൺ സൗത്ത് പോലീസിനെ വിവരം അറിയിക്കുകയുമായിരുന്നു. സ്ഥലത്തെത്തിയ സൗത്ത് പോലീസ് ദേഹപരിശോധന പൂർത്തിയാക്കി ഷാഫിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. പ്രതിയെ പിന്നീട് ജയിലിലേക്ക് മാറ്റി. ശുചിമുറിയിൽ പോയ സമയത്ത് 2 പേർ ഷാഫിക്ക് ഹാഷിഷ് കൈമാറി എന്നാണ് പോലീസ് കരുതുന്നത്. ഇവർക്കായും അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. മായ രാഹുൽ പാലാ നഗരസഭാ ചെയർപേഴ്സൺ. 26-അംഗ കൗൺസിലിൽ 16 പേരുടെ പിന്തുണ മായ രാഹുലിന് ലഭിച്ചു. LDFന്റെ പിന്തുണയിൽ ആണ് മായ രാഹുൽ ചെയർപേഴ്സൺ ആയത്. 12 LDF കൗൺസിലർമാരുടെയും 3 കോൺഗ്രസ് വിമതരുടെയും വോട്ട് നേടിയാണ് മായ ചെയർപേഴ്സൺ ആയത്. CMRL എക്സാലോജിക് മാസപ്പടി കേസിൽ മുഹമ്മദ് റിയാസിന്റെ അടുപ്പക്കാരിലേക്കും അന്വേഷണം വ്യാപിപ്പിച്ച് ED. മാസപ്പടി കേസിന്റെ പേരിൽ ED വേട്ടയാടുന്നുവെന്ന് മുഹമ്മദ് റിയാസ് MLA ആരോപിച്ചു. തന്റെ സുഹൃത്തുക്കളെ റെയ്ഡിന്റെ ഭാഗമായി വേട്ടയാടുകയാണ്. വിഷയം രാഷ്ട്രീയമായി നേരിടും. എക്സാലോജിക് ഇടപാട് നിയമപരമാണ്. ലേക്കർ ഇന്ത്യ പുതിയ സ്ഥാപനമല്ല. നാമനിർദ്ദേശ പത്രികയിൽ ഇതിന്റെ വിവരങ്ങളുണ്ട് എന്നും റിയാസ് പറഞ്ഞു. ED അന്വേഷണത്തെ രാഷ്ട്രീയമായി നേരിടുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും വ്യക്തമാക്കി. ലോക് ഭവന് മുന്നിൽ തളർന്നു വീണ വഴിയാത്രക്കാരന് സഹായവുമായി ഗവർണർ രാജേന്ദ്ര അലേക്കർ. ഓണാഘോഷ പരിപാടിയിൽ പങ്കെടുക്കുന്നതിനായി ഗവർണർ പുറത്തേക്ക് പോകുമ്പോഴായിരുന്നു വഴിയാത്രക്കാരനായി ഗിരീഷ് തലകറങ്ങി റോഡിൽ വീണത്. ഷുഗർ കൂടിയതിനെ തുടർന്നാണ് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതെന്നാണ് സൂചന. സംഭവം ശ്രദ്ധയിൽപ്പെട്ടയുടൻ വാഹനങ്ങൾ നിർത്തി ഗവർണറും കാറിൽ നിന്ന് ഇറങ്ങി. ഏകദേശം 15 മിനിറ്റോളം അവിടെ നിന്ന് ഗിരീഷിന്റെ ആരോഗ്യനില അന്വേഷിക്കുകയും ആവശ്യമായ സഹായങ്ങൾ ഉറപ്പാക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. കൊല്ലം കോർപ്പറേഷനിൽ നിന്ന് ജില്ലാ ആസൂത്രണ സമിതിയിലേക്കുള്ള പ്രതിനിധികളെ തെരഞ്ഞെടുക്കുന്നതിനുള്ള നടപടികൾ വിവാദത്തിൽ. UDF സ്ഥാനാർത്ഥിയായ മാജിദ വഹാബിന്റെ നാമനിർദ്ദേശ പത്രികയിൽ തിരുത്തൽ വരുത്തി സമർപ്പിച്ചതും അത് ജില്ലാ കളക്ടർ അംഗീകരിച്ചതുമാണ് LDF കൗൺസിലർമാരുടെ പ്രതിഷേധത്തിനിടയാക്കിയത്. ഇതിൽ പ്രതിഷേധിച്ച് LDF കൗൺസിലർമാർ ജില്ലാ ആസൂത്രണ സമിതി തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുകയും പ്രതിഷേധ സമരം നടത്തുകയും ചെയ്തു. തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളിൽ ചട്ടലംഘനം നടന്നിട്ടുണ്ട് എന്ന് നാമനിർദ്ദേശ പത്രിക തിരുത്തി സ്വീകരിച്ച നടപടി പുനഃപരിശോധിക്കണമെന്നും LDF ആവശ്യപ്പെട്ടു. തമിഴ്നാട്ടിലെ കോളേജുകളിൽ CJP മോഡൽ സമരങ്ങൾക്ക് ഏർപ്പെടുത്തിയിരുന്ന വിലക്ക് പിൻവലിച്ചു. സർക്കാർ ഉത്തരവ് വിവാദമായതിനെ തുടർന്നാണ് നടപടി. ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ സമരത്തിൽ ഏർപ്പെടുത്തിയിരുന്ന വിലക്കാണ് പിൻവലിച്ചത്. യുക്തിരഹിതവും ജനാധിപത്യ വിരുദ്ധവുമായ തീരുമാനം എന്നായിരുന്നു ഇതിനെ പ്രതിപക്ഷം ഉൾപ്പെടെ ആരോപിച്ചത്.
തമിഴ്നാട്ടിലെ സർക്കാർ വനിതാ ജീവനക്കാർക്ക് ഇനി മുതൽ മൂന്നാമത്തെ പ്രസവത്തിനും 1 വർഷം പ്രസവ അവധി ലഭിക്കും. പൂർണ്ണ ശമ്പളത്തോടുകൂടിയായിരിക്കും അവധി. ആദ്യത്തെ 2 പ്രസവങ്ങൾക്ക് നൽകിയിരുന്ന അതേ ആനുകൂല്യമാണ് ഇപ്പോൾ മൂന്നാമത്തെ പ്രസവത്തിനും അനുവദിച്ചിട്ടുള്ളത്. സംസ്ഥാനത്തെ പ്രത്യുൽപാദന നിരക്കിലുണ്ടായ കുറവും വർദ്ധിച്ചു വരുന്ന വയോജന ജനസംഖ്യയും കണക്കിലെടുത്താണ് വിജയ് സർക്കാരിന്റെ നിർണായക തീരുമാനം. മറ്റു വാർത്തകൾ ചുരുക്കത്തിൽ. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ തുണിക്കച്ചവടത്തിന്റെ മറവിൽ MDMA കടത്തിയ അമ്മയും മകനും ഉൾപ്പെടെ 4 സംഘം പിടിയിൽ. ഇഞ്ചിക്കൽ സ്വദേശി കിരൺ അക്ഷയ്, കിരണിന്റെ അമ്മ ബീന, കിരണിന്റെ പെൺസുഹൃത്ത് സന്ധ്യ എന്നിവരെയാണ് കസ്റ്റഡിയിലെടുത്തത്. ഇവരിൽ നിന്ന് 125 ഗ്രാം MDMA പിടിച്ചെടുത്തു. ഇടുക്കി തൊടുപുഴയിൽ വിൽപ്പനയ്ക്കെത്തിച്ച രാസലഹരിയുമായി ഡിവൈഎഫ്ഐ നേതാവ് ഉൾപ്പെടെ 4 പേർ പിടിയിൽ. ഡിവൈഎഫ്ഐ നേതാവ് TS ഷിയാസ് സംഘവുമാണ് പിടിയിലായത്. ഇവരുടെ പക്കൽ നിന്ന് 18 ഗ്രാം MDMAയും 10 ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവും പിടിച്ചെടുത്തു. തൊടുപുഴയിൽ മയക്കുമരുന്നുമായി പിടിയിലായ ഡിവൈഎഫ്ഐ നേതാവ് ഷിയാസിന് വേണ്ടി വോട്ട് അഭ്യർത്ഥിക്കുന്ന ബിനീഷ് കോടിയേരിയുടെ ദൃശ്യങ്ങൾ പുറത്ത്. ഇയാൾ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് തെക്കംഭാഗം ഡിവിഷനിൽ മത്സരിച്ചിരുന്നു. കാസർഗോഡ് നഗരത്തിൽ യുവാവിന്റെ ആത്മഹത്യാ ശ്രമം. ഇതര സംസ്ഥാനക്കാരനായ മഞ്ജുനാഥ് എന്ന യുവാവാണ് പെട്രോൾ ഒഴിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. ടൗണിലെ വ്യാപാരികൾ ഇടപെട്ട് യുവാവിനെ പിന്തിരിപ്പിച്ചു. കണ്ണൂർ പിലാത്തറയിൽ സ്വർണ്ണ വ്യാപാരിയെ ആക്രമിച്ച് സ്വർണവും പണവും തട്ടിയെടുത്ത കേസിൽ ഒരാൾ കൂടി പിടിയിൽ. ചൊക്ലി സ്വദേശി അഭിനവാണ് പിടിയിലായത്. ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 4 ആയി. വർക്കല ഇടവയിൽ എക്സൈസ് സംഘത്തെ കണ്ട് കായലിൽ ചാടി യുവാവ് മരിച്ചു. വെട്ടൂർ സ്വദേശി ഷഹാനാണ് മരിച്ചത്. സംഘത്തിലുണ്ടായിരുന്ന 3 പേർ രക്ഷപ്പെട്ടതായും ലഹരിയിൽ ആയിരുന്ന ഒരാളെ കസ്റ്റഡിയിലെടുത്തതായും എക്സൈസ്. മലപ്പുറം കൊണ്ടോട്ടിയിൽ KSRTC ബസ്സിൽ വിദ്യാർത്ഥിനിയോട് ലൈംഗിക അതിക്രമം നടത്തിയാൽ പിടിയിൽ. വയനാട് പെരുന്തട്ട സ്വദേശി വിനീത് കുമാറാണ് പിടിയിലായത്. പാലക്കാട് മുണ്ടൂരിൽ ബസ് ശരീരത്തിലൂടെ കയറിയിറങ്ങി വിദ്യാർത്ഥിനി മരിച്ചു. മുണ്ടൂർ യുവക്ഷേത്ര കോളേജിലെ BSc കെമിസ്ട്രി 2ാം വർഷ വിദ്യാർത്ഥിനി ഗൗരി G കൃഷ്ണയാണ് മരിച്ചത്. കോളേജിലേക്ക് പോകാൻ സ്വകാര്യ ബസ്സിൽ കയറിയ വിദ്യാർത്ഥിനിയുടെ ഷൂ താഴെ വീഴുകയായിരുന്നു. ഇതെടുക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോഴായിരുന്നു അപകടം. കൊച്ചി അംബേദ്കർ സ്റ്റേഡിയത്തിന് സമീപം വയോധികനെ മരിച്ച നിലയിൽ കണ്ടെത്തി. കടവന്ത്ര സ്വദേശി ഷൺമുഖനാണ് മരിച്ചത്. അംബേദ്കർ സ്റ്റേഡിയത്തിന് സമീപം കുറ്റിക്കാട്ടിലാണ് 2 ദിവസം പഴക്കമുള്ള മൃതദേഹം കണ്ടെത്തിയത്. പാലക്കാട് കുഴൽമന്ദത്ത് നിയന്ത്രണം വിട്ട ഓട്ടോ കാർ വർക്ക് ഷോപ്പിലേക്ക് ഇടിച്ചു കയറി. 8ഓളം വാഹനങ്ങൾക്ക് കേടുപാട് സംഭവിച്ചു. വർക്ക്ഷോപ്പിൽ പണിക്ക് കൊണ്ടുവന്ന ബൈക്കുകളുടെ ഇടയിലേക്കായിരുന്നു കാർ ഇടിച്ചു കയറിയത്. കേരള ക്രിക്കറ്റ് ലീഗിന് ആവേശം പകരാൻ ക്രിസ് ഗെയിൽ തിരുവനന്തപുരത്തേക്ക് എത്തുന്നു. കൊച്ചി ബ്ലൂ ടൈഗേഴ്സിന്റെ സഹ ഉടമയായ ഗെയിൽ ഓഗസ്റ്റ് 29-ന് തൃശൂർ ടൈറ്റൻസിനെതിരായ മത്സരം നേരിട്ട് കാണാനാണ് ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ എത്തുന്നത്. ഇന്നത്തെ സ്വർണ്ണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. സ്വർണം ഗ്രാമിന് 14,205 രൂപ, പവൻ 1,13,640, 18 ക്യാരറ്റ് ഗ്രാമിന് 11,670, പവൻ 93,360, വെള്ളി ഗ്രാം 245 കിലോ 2,45,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. ഇടവേള.